ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇമ്മമ്മൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ വ്ളോഗാണ്. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ ആട്ടോ. അപ്പം ഒന്നാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ കൊല്ലം നോമ്പിനേനു. അപ്പോൾ നോമ്പായതിനെ കൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഇന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട് മീൻസ് ബർത്ത്ഡേ നടക്കുന്ന വീട്ടിലേക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഓട്ടോ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ബ്ലാക്കാണ്, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് പറഞ്ഞത്. അപ്പം ഉള്ള ബ്ലാക്ക് എല്ലാവരും ഒപ്പിച്ച് അങ്ങോട്ട് ഇട്ട് റിഹ നമ്മളോടക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത് ബ്ലാക്ക് ആണെന്നുള്ളത്. അപ്പോൾ ആണെങ്കിൽ കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ നമ്മളതിൽ ഉള്ളതൊക്കെ പാടെ ഒപ്പിച്ച് ഷെയർ ചെയ്ത് നമ്മളെല്ലാവരും ബ്ലാക്കൊക്കെ ഇട്ട് അങ്ങനെ പരിപാടിക്ക് എത്തി. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അതാ ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് അത്ര ആൾക്കാർ വന്നിട്ടില്ല. നമ്മൾ വിചാരിച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും വന്ന് തുടങ്ങണുള്ളൂ. അതിനെക്കൊണ്ട് തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ്. ഇതാണ് ജഹാൻ എന്നാട്ടോ എൻ്റെ പേര്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴാണ് കേക്കിനുള്ള ആൾ വിളിച്ചത്. കേക്ക് എത്തിക്കണ ഒന്ന് വന്ന് വാങ്ങാൻ. അങ്ങനെ നമ്മളത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഓരോ തിരക്കിലായപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കണം, നമ്മൾ അത് പോയിട്ട് മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെക്കൻ ബോയ് അതിനെക്കൊണ്ട് തന്നെ ആ ഒരു ബോയിൻ്റെ ആ ഒരു തീമിലാണ് സെറ്റാക്കി. നേരെ മറിച്ച് ഗേൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു ബാർബിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവാം. അപ്പോൾ ചെക്കൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ ഈ ഒരു തീമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേക്കും സെറ്റ് ചെയ്തിട്ടോ. ഒക്കെ പാടെ കുറച്ച് നേരം ആയിട്ടുണ്ടേനു. പിന്നെ എല്ലാവരും വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളതാണല്ലോ മെയിൻ പരിപാടി. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടെങ്കിൽ പരിപാടിക്ക്. അപ്പോൾ നമ്മൾ ഓരോന്നും ലാഗ് അടുപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുള്ളതിനെ കൊണ്ട് തന്നെ നമ്മൾ അവിടെ 2 വീട് എടുത്തിട്ടുണ്ട്. ഈ ഒരു വീടുണ്ട്, അതിന് തൊട്ടപ്പുറത്താണ് ബർത്ത്ഡേ നടക്കുന്ന വീട്. ഇത് നമ്മളെ മാമൻ്റെ വീടാണ്. അപ്പോൾ 2 വീട് എടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ കഴിക്കാത്തതിനെ കൊണ്ട് തന്നെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കഴിച്ചത്. അപ്പോൾ അതിനെക്കൊണ്ട് ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ പോലെ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഒക്കെ ഇടപെടുങ്ങനേനു. അതിനെക്കൊണ്ട് തന്നെ ഷോർട്ട് മോഡ് വ്ളോഗ് മോഡൊക്കെ പാടായിട്ടാണ് നമ്മളെ വീഡിയോ ഉള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷം നല്ല തിരക്കേനു കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അതായത് കുട്ടിക്ക് എല്ലാവരും കൊണ്ടുവന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ അത് കൊടുക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് മെസ്സേജിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ വ്ളോഗ് എവിടെയെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയാണ് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ്. അങ്ങനെ അതിന് ശേഷം നമ്മൾ പിന്നെ കേക്കൊക്കെ തിന്ന കുഴക്കില്ലേ, നമ്മളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടി അതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പം ഇവളെ വിളിക്കാത്തതിന് ഉള്ളൊരു ചൊടിച്ചിലാണ് ഓള്. ഇന്നെ യൂട്യൂബിൽ കാണിക്കണില്ല, എനിക്ക് അതിന് പരാതി തട്ടടലൊക്കെ തട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിട്ട് അമ്മക്ക് ഒരു മുട്ടായി തന്നിട്ട്. അപ്പോൾ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട് മുട്ടായൊക്കെ തന്നെ. ഇവരൊക്കെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ആവശ്യം ഞാൻ എടുക്കേണ്ട ആവശ്യം വരില്ല. ഇവരോട് പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് ആവശ്യമാണ് അധികം എനിക്ക് വീഡിയോസ് എടുത്ത് തരില്ല. എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ആവശ്യക്ക് നല്ലോണം വീഡിയോസൊക്കെ എടുത്തിരും. അതുപോലെ നമ്മളൊരു കല്യാണ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇവളാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് തരല്. അങ്ങനെ പിന്നെ നമ്മളിതാ ഫുഡിൻ്റെ കാര്യത്തേക്ക് നോക്കിയപ്പം നമ്മളിവിടെ തകൃതമായിട്ട് എൻ്റെ ഇപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഫുഡൊക്കെ വിളമ്പുണ്ട്. അപ്പോൾ ക്യാമറ കണ്ടപ്പം പിന്നെ ആറ്റിറ്റ്യൂഡ് ഇടാണ്. അതാണ് രണ്ടാളെയും മെയിൻ പരിപാടി. അപ്പുറത്തുള്ളതാണ് നമ്മളെ മാമൻ പൈസലാക്ക. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡിന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. നമ്മളെ ഫാമിലി ഷെഫ് തന്നെയാണ് വെച്ചത്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാ വ്ളോഗിലും നമ്മളധികം കല്യാണ വ്ളോഗിലൊക്കെ പറയുന്നതാണ് നമ്മളെ ഫാമിലി ഷെഫാണ്. നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കൽ. ഇതാണ് നമ്മളെ ബർത്ത്ഡേ വ്ളോഗ്. വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.